നമസ്കാരം. PS6ൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ CPO പരീക്ഷയിലെ 10 മാത്സ് ക്വസ്റ്റ്യൻസ് എങ്ങനെ വളരെ സിമ്പിൾ മെത്തേഡിലൂടെ സോൾവ് ചെയ്യാം എന്നാണ് ചർച്ച ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മുടെ ഇനി വരുന്ന പരീക്ഷയിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ നേരിടേണ്ടി വരിക. ഓക്കെ അല്ലേ? അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിളായിട്ട് സിമ്പിൾ മെത്തേഡ് രണ്ട് വഴികളിലൂടെ അല്ലെങ്കിൽ ചെറിയ സിമ്പിൾ മെത്തേഡിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ അല്ലേ? സോൾവ് ചെയ്യാം. ഓക്കെ, യെസ്. നമ്മൾ 51ാമത്തെ ചോദ്യമാണ് നോക്കുന്നത്. ഇതൊരു സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ചോദ്യം ഞാൻ വായിക്കാം. ഒരു സമാന്തര ശ്രേണിയിൽ 7ാം പദം 0ഉം 27ാം പദം 60ഉം എങ്കിൽ 17ാം പദം എത്ര എന്നതാണ് ചോദ്യം. ഒന്നുകൂടെ വായിക്കാം. ഒരു സമാന്തര ശ്രേണിയിൽ 7ാം പദം 0ഉം 27ാം പദം 60ഉം 17ാം പദം എത്ര എന്നതാണ് ചോദ്യം. ഇത്തരം ചോദ്യം നമ്മൾ ഒരു PSC സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു പാറ്റേണാണ്. ഈ രണ്ട് പദം തന്ന് മൂന്നാമതൊരു പദം ചോദിക്കുകയാണെങ്കിൽ ഈ രണ്ട് പദവും ഈ മൂന്നാമത്തെ പദവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാകും. ഒരു എളുപ്പ വഴി അതിവിടെ ഉണ്ടെങ്കിൽ മാത്രമേ PSC ഇതുവരെ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. ഇവിടെ 7ാം പദവും സമാന്തര ശ്രേണിയിൽ n-ാം പദത്തിൻ്റെ ഇക്വേഷൻ ഞാൻ എഴുതാം. A എന്ന് പറയുന്നത് ആദ്യപദം, n എന്ന് പറയുന്നത് എത്രാം പദം എന്നുള്ളത്, D എന്ന് പറയുന്നത് പൊതുവ്യത്യാസം. ഇവിടെ 7ാം പദത്തിൻ്റെ ഇക്വേഷൻ A പ്ലസ് ആദ്യപദം അറിയില്ല, അതുകൊണ്ട് A തന്നെ എഴുതാം. n-1 7ാം പദമാകുമ്പോൾ 7 - 1 6 D സമം 0 എന്ന് തന്നിട്ടുണ്ട്. 27ാം പദം ആദ്യപദം A എന്ന് എഴുതാം. 27ാം പദം എന്ന് പറയുമ്പോൾ 27 - 1 26 D സമം 60 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് 17ാം പദം A പ്ലസ് 17 - 1 16 D എത്ര എന്ന് കാണണം. ഈ തന്ന രണ്ട് പദത്തിൻ്റെ ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിക്കുക. A പ്ലസ് 6D 0, A പ്ലസ് 26D 60. നമുക്ക് PSC തന്ന ഒരു ഹിൻ്റ് എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ചോദ്യത്തിൽ ഈ ഇക്വേഷൻ എഴുതിയപ്പോൾ തന്നെ നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. കാരണം ഇത്ര ഒരു എളുപ്പവഴി എല്ലാ ചോദ്യത്തിലും PSC ഒളിച്ചു വെച്ചിട്ടുണ്ടാവും. ഈ രണ്ട് സമവാക്യങ്ങളും ആഡ് ചെയ്യുക, സം ചെയ്യുക. A പ്ലസ് ഇവിടെ വരുന്നത് A 2A 6D പ്ലസ് 26D 32D സമത്തിന് റൈറ്റ് സൈഡിലുള്ള രണ്ടും സം ചെയ്യുക. 0 പ്ലസ് 60 60. ഈ ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഇക്വേഷൻ നമ്മൾ ഡിവൈഡ് ബൈ 2 ചെയ്യുക. അതായത് ഇക്വേഷൻ പകുതിയാക്കുമ്പോൾ രണ്ട് സൈഡിലുള്ള എല്ലാ ടേംസിനെയും പകുതിയാക്കണം. 2A പകുതിയാക്കുമ്പോൾ A, 32D പകുതിയാക്കുമ്പോൾ 16D സമം 60 പകുതിയാക്കുമ്പോൾ 30. ഈ ഇക്വേഷൻ ശ്രദ്ധിച്ച് നോക്കൂ. നേരത്തെ നമ്മൾ എഴുതി വെച്ച 17ാം പദത്തിൻ്റെ ഇക്വേഷനാണിത്. 17ാം പദം സമം 30 എന്ന് നമുക്ക് ഉത്തരം കിട്ടി. കാരണം PSC തരുന്ന മിക്കവാറും ചോദ്യങ്ങളിൽ ഇത്തരം ഒരു എളുപ്പമാർഗ്ഗം ഒളിച്ചു വെച്ചിട്ടുണ്ടാവും. അത് നമ്മൾ തിരിച്ചറിയുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ 7ാം പദത്തിൻ്റെത് എഴുതി, 27ാം പദത്തിൻ്റെത് എഴുതി, 17ാം പദത്തിൻ്റെത് എഴുതി. ഈ 7ാം പദവും 27ാം പദവും കൂട്ടുമ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. അതിൻ്റെ പകുതി കാണുമ്പോൾ നമുക്ക് 17ാം പദത്തിൻ്റെ ഇക്വേഷനാണ് കിട്ടുകയും ചെയ്തത്. അപ്പോൾ ഉത്തരം 30 എന്ന് കിട്ടി. 17ാം പദം 30. ഇനി 52ാമത്തെ ചോദ്യം. 9ൻ്റെ 26% കൂട്ടണം 15ൻ്റെ 42% സമം 27ൻ്റെ x% ആണ് എങ്കിൽ എക്സിൻ്റെ വില കാണുക. ചോദ്യം വായിക്കാം. 9ൻ്റെ 26% കൂട്ടണം 15ൻ്റെ 42% സമം 27ൻ്റെ 42%
എക്സ് ശതമാനം. ഈ ചോദ്യം ഞാൻ സംഖ്യാരൂപത്തിൽ എഴുതിയെന്നേ ഉള്ളൂ. 9ൻ്റെ 26% കൂട്ടണം 15ൻ്റെ 42% സമം 27ൻ്റെ എക്സ് ശതമാനം. ഈ എക്സിനെയാണ് നമുക്ക് കാണേണ്ടത്. ഇതിന് കുറച്ച് കണക്ക് ചെയ്യാം, അതായത് ഗുണിച്ച് നോക്കാം. നമുക്ക് 9 ഗുണിക്കണം 26 ബൈ 100 പ്ലസ് 15 ഗുണിക്കണം 42 ബൈ 100 സമം 27 ഗുണിക്കണം എക്സ് ബൈ 100. ഛേദം എല്ലായിടത്തും 100 തന്നെ ആയതുകൊണ്ട് അത് അനക്കേണ്ട ആവശ്യമില്ല. അത് അതുപോലെ വെക്കുക. അംശത്തിൽ വരുന്ന ക്രിയകൾ മാത്രം ചെയ്യുക. 9 × 26 ചെയ്യുക. (234 ബൈ 100 പ്ലസ് 15 × 42 630 ബൈ 100 സമം 27 × എക്സ് ബൈ 100. ഛേദം ഒരുപോലെ ആയതുകൊണ്ട് അംശം മാത്രം കൂട്ടിയാൽ മതി. 964. 234 630 കൂട്ടുമ്പോൾ 964 ബൈ 100 സമം 27 × എക്സ് ബൈ 100. ഛേദം ഒരുപോലെ ആയതുകൊണ്ട് അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. 964 സമം 27 × എക്സ്. എക്സ് കാണണമെങ്കിൽ 964നെ 27 കൊണ്ട് ഹരിക്കുക. ചെറിയൊരു തെറ്റുണ്ട്. 964 അല്ല 864. 234 630 കൂട്ടി 864. അപ്പോൾ എക്സിൻ്റെ വില കാണാൻ 864നെ 27 കൊണ്ട് ഹരിച്ചാൽ മതി. എക്സ് സമം 864 ഹരിക്കണം 27. എക്സിൻ്റെ വില 32 എന്ന് കിട്ടും. അതായത് 9ൻ്റെ 26% കൂട്ടണം 15ൻ്റെ 42% സമം 27ൻ്റെ 32% എന്ന് കിട്ടും. എക്സ് 32 കിട്ടുകയാണെങ്കിൽ 27ൻ്റെ 32% എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇതിൽ നേരത്തെ ചെയ്തതിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. ഒന്നുകൂടെ കമൻറ്റിൽ വ്യക്തമാക്കി തരുന്നതാണ്. 53ാമത്തെ ചോദ്യം. ഇത് നമുക്ക് ഒരു n നാച്ചുറൽ സംഖ്യകളുടെ ക്യൂബ് റൂട്ടുകളുടെ തുക കാണുന്നതാണ്. അത് നാച്ചുറൽ സംഖ്യകളുടെയും അതിൻ്റെ സ്ക്വയറിൻ്റെയും ക്യൂബിൻ്റെയും വരെയുള്ള തുക കാണുന്ന ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ക്യൂബുകളുടെ തുക n നാച്ചുറൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക കാണേണ്ട ഇക്വേഷൻ n × n+1 ഡിവൈഡ് ബൈ 2 ദി ഹോൾ സ്ക്വയർ. ഇതാണ് ക്യൂബ് റൂട്ട് n നാച്ചുറൽ സംഖ്യകളുടെ ക്യൂബ് റൂട്ടുകളുടെ തുക കാണേണ്ട ഇക്വേഷൻ. ഇവിടെ നമുക്ക് 20 വരെയുള്ള നാച്ചുറൽ സംഖ്യകളുടെ തുകയാണ് കാണേണ്ടത്. അപ്പോൾ n-ന് നമുക്ക് 20 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 20 × n+1 21 ഡിവൈഡ് ബൈ 2 ദി ഹോൾ സ്ക്വയർ. 210 ഹോൾ സ്ക്വയർ. 21 × 21 21ൻ്റെ സ്ക്വയർ 441. 2 0 ബാക്കിയുള്ളത് ഇടുക. സമ കിട്ടി. ഇതാണ് 20 വരെയുള്ള നാച്ചുറൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക. അടുത്ത ചോദ്യം. നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നോക്കാം. അടുത്ത കുറച്ച് നല്ലൊരു ചോദ്യമാണ്. അത്യാവശ്യം നല്ലൊരു ലെവലിൽ വരുന്നൊരു ചോദ്യമാണിത്.
ഒരു ചതുരക്കട്ടയുടെ നീളവും വീതിയും ഉയരവും യഥാക്രമം 3, 5, 8 എന്ന അംശബന്ധത്തിലാണ്. അതിൻ്റെ ഉപരിതല വിസ്തീർണം 1422 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയായാൽ ചതുരക്കട്ടയുടെ ഉയരം എത്രയായിരിക്കും എന്നതാണ് ചോദ്യം. ഒരു ചതുരക്കട്ടയുടെ നീളവും വീതിയും ഉയരവും, ആ ക്രമം ശ്രദ്ധിക്കണം. നീളം, വീതി, ഉയരം എന്ന് തന്നെ പറയുന്നുണ്ട്. നീളം 3, വീതി 5, ഉയരം 8 എന്ന അംശബന്ധത്തിലാണ്. അതിൻ്റെ ഉപരിതല വിസ്തീർണം 1422 സെൻറ്റിമീറ്റർ സ്ക്വയറുമായാൽ ചതുരക്കട്ടയുടെ ഉയരം എന്ന് പറയുന്നത് 8 എന്നാണ് നമുക്ക് ഇവിടെ തന്ന അംശബന്ധം. അപ്പോൾ 8-ന് അനുപാതികമായിട്ടുള്ള അളവാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമുക്കൊരു ചതുരക്കട്ട നമുക്ക് സങ്കല്പിക്കാം. ചതുരക്കട്ടയ്ക്ക് 6 വശമാണുള്ളത്. ഉയരം എന്ന് പറയുന്നത് 8 എന്നുള്ള അംശബന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്. നീളം നമുക്ക് ഇതായിട്ട് എടുക്കാം, 3, വീതി 5 എടുക്കാം. അതിൻ്റെ ഉപരിതല വിസ്തീർണം പറയുന്നത് 1422 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. ചതുരക്കട്ടയ്ക്ക് 6 വശങ്ങളാണുള്ളത്. അപ്പോൾ നീളവും വീതിയും ഉയരവുമായാൽ ചതുരക്കട്ടയ്ക്ക് ഒരേ വിസ്തീർണം വരുന്ന 2 മുഖങ്ങളാണ് ഉണ്ടാവുക. അതായത് മുകളിലും താഴെയും ഒരേ വിസ്തീർണം, 2 വശങ്ങളിലും ഒരേ വിസ്തീർണം, മറ്റ് 2 വശങ്ങളിലും ഒരേ വിസ്തീർണം. അങ്ങനെയാണ് ചതുരക്കട്ടയുടെ വശങ്ങളുടെ വിസ്തീർണം വരിക. അതായത് ഒരു വശത്തിൻ്റെ നീളവും വീതി എന്ന് പറയുന്നത് 3x, ഇത് 3 അല്ല, 3x, 8x, x എന്ന് എടുക്കാം. നമുക്ക് അംശബന്ധത്തിലായതുകൊണ്ട് ഓരോ വശവും 3x, 5x, 8x എന്ന അളവിലെടുക്കാം. ഒരു വശം ഇതാണ് വരിക. അതേ സെയിം വിസ്തീർണമാണ് ഇവിടെ വരിക. അതുപോലെ ഈ സൈഡുമാണ് വരിക. ഇതെന്ന് പറഞ്ഞാൽ ഈ സൈഡിലുള്ള, ഈ പുറകിലുള്ള സൈഡാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ വരുന്നത് നമ്മുടെ മുന്നിൽ വരുന്ന ഈ വശവും ഇതിൻ്റെ പിന്നിൽ വരുന്ന ഈ വശവും, ഇത് 2 വശവും ഒരേ വിസ്തീർണം. ഈ സൈഡിലുള്ള വശവും ഈ സൈഡിലുള്ള വശം ഒരേ വിസ്തീർണം. ഈ പുറകിലുള്ളതും ഈ മുന്നിലുള്ളതും ഒരേ വിസ്തീർണം. അങ്ങനെയാണ് വരിക. അപ്പോൾ ഈ ഒരു വശത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് 5x × 3x. അതുപോലുള്ള 2 വശമുണ്ട്. ഒന്ന് ഈ വശവും ഒന്ന് ഈ മുകളിൽ കാണുന്ന വശവും. അപ്പോൾ × 2. പിന്നെ വരുന്ന വശം എന്ന് പറയുന്നത് ഇതാണ്. ഈ ഉയരവും ഈ നീളവും എടുക്കുക. ഇത് 8x-ഉം ഇത് 3x-ഉം ആണ്. ഉയരം 8x എന്ന് പറയാം, നീളം 3x എന്ന് പറയാം. അപ്പോൾ ആ വിസ്തീർണം എന്ന് പറയുന്നത് 8x × 3x. ആ തരത്തിലുള്ള 2 സൈഡ് കൂടെ വരുന്നുണ്ട്. ഒന്ന് ഈ സൈഡ്, ഒന്ന് ഇതിൻ്റെ ലെഫ്റ്റ് വരുന്ന ഈ സൈഡും. അപ്പോൾ അതും 2 സൈഡുണ്ട്. പിന്നെ വരുന്നത് ഈ ഉയരവും ഈ വീതിയും വരുന്നതാണ്. വീതി ഇത് 8x, ഇത് 5x. അപ്പോൾ ആ വിസ്തീർണം എന്ന് പറയുന്നത് 8x × 5x. ആ തരത്തിലുള്ള 2 വശം ഇതിന് വീണ്ടും വരുന്നുണ്ട്. ഒന്ന് ഇതും ഒന്ന് ഇതിൻ്റെ നേരെ പുറകിൽ വരുന്ന ഈ മിറർ സൈഡായിട്ട് വരുന്ന ഇതും. ഇത് 3ഉം കൂട്ടിയതാണ് ഈ ചതുരക്കട്ടയുടെ ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നത്. ഇവിടെ ചുരുക്കി എഴുതാം. 5x × 3x എന്ന് പറയുന്നത് 15x സ്ക്വയർ ആണ്. എക്സും ഗുണിക്കുമ്പോൾ x സ്ക്വയർ ആവും. അപ്പോൾ 15x സ്ക്വയർ × 2 30x സ്ക്വയർ എന്ന് വരും. 8x-ഉം 3x-ഉം ഗുണിച്ചാൽ 24x ആണ്. 24x സ്ക്വയർ ആണ്. 24x സ്ക്വയറും 2ഉം ഗുണിച്ചാൽ 48x സ്ക്വയർ വരും. ഇവിടെ 8x-ഉം 5x-ഉം ഗുണിച്ചാൽ 40x സ്ക്വയർ ആണ്. × 2 വരുമ്പോൾ 80x സ്ക്വയർ വരും. ഇതെല്ലാം കൂട്ടിയാൽ 1422 എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്.
അപ്പോൾ ഇത് മൂന്നും കൂട്ടുമ്പോൾ എക്സ് സ്ക്വയർ അവിടെ വെക്കുക. എല്ലാത്തിലും എക്സ് സ്ക്വയർ ഉള്ളതുകൊണ്ട് അത് പുറത്ത് കോമൺ ആയിട്ട് വെച്ചിട്ട് ബാക്കിയുള്ളത് കൂട്ടുക. 30, 80, 110, 42, 158 സമം 1422. എക്സ് സ്ക്വയർ കാണാൻ 1422നെ 158 കൊണ്ട് ഹരിക്കുക. എക്സ് സ്ക്വയർ സമം 1422 ഹരിക്കണം 158. അത് ചെയ്താൽ 9 വരും. എക്സ് സ്ക്വയർ 9 ആണെങ്കിൽ എക്സ് എന്ത് വരും? 3 വരും. 9ൻ്റെ സ്ക്വയർ റൂട്ട്. അപ്പോൾ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ അനുപാതത്തിന് ഏത് 3, 5, 8 പറയുന്ന അനുപാതത്തിനെ എക്സ് കൊണ്ട് ഗുണിച്ചാൽ ആ വശങ്ങളുടെ യഥാർത്ഥ അളവ് കിട്ടും. ആ എക്സ് നമുക്ക് 3 എന്ന് കിട്ടി. അപ്പോൾ നീളം 3 × 3 9 വരും. വീതി 5 × 3 15 വരും. ഉയരമാണ് ചോദ്യത്തിൽ കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഉയരം 8 × 3 24 വരും. ഉയരം 8x ആണ്. അത് 8 × 3 സമം 24. ഓക്കെ. അടുത്ത കണക്ക് നമുക്ക് നോക്കാം. 55-ാമത്തത്. ഒരാൾ 18,000 രൂപ സാധാരണ നിരക്കിൽ ബാങ്കിൽ നിക്ഷേപിക്കുന്നു. 5 വർഷത്തിനു ശേഷം 6,300 രൂപ പലിശ കിട്ടിയാൽ പലിശ നിരക്ക് എത്രയായിരിക്കും എന്നതാണ് ചോദ്യം. 18,000 രൂപ നിക്ഷേപിച്ചു. പലിശ മാത്രമായിട്ട് 6,300 രൂപ 5 വർഷം കൊണ്ട് കിട്ടി. സാധാരണ പലിശ നിരക്കിലാണ് ബാങ്ക് നൽകുന്നത്. അങ്ങനെയെങ്കിൽ സാധാരണ പലിശ വരുമ്പോൾ എല്ലാ വർഷവും ഒരേ തുകയാണ് പലിശ ഇനത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുക. 5 വർഷം കിട്ടിയെന്ന് പറഞ്ഞാൽ ഓരോ വർഷവും തുല്യമായ ഗഡുക്കളാണ് കിട്ടിക്കൊണ്ടിരിക്കുക. 5 വർഷത്തിനുള്ളിൽ മൊത്തം എത്ര രൂപ പലിശയായി കിട്ടിയെന്ന് നോക്കുക. എത്ര ശതമാനം പലിശ കിട്ടിയെന്ന് നോക്കുക. അതിനെ 5 കൊണ്ട് ഹരിച്ചാൽ ഓരോ വർഷം കിട്ടുന്ന പലിശയായി. അത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 18,000 രൂപ നമ്മൾ 5 വർഷത്തേക്കാണ് ഇട്ടത്. 5 വർഷം കൊണ്ട് നമുക്ക് 6,300 രൂപ പലിശ ഇനത്തിൽ കിട്ടി. ഒന്നുകിൽ നമുക്ക് ഇതിനെ 5 ഭാഗിച്ച് അത് 18,000-ൻ്റെ എത്ര ശതമാനമാണെന്ന് കാണാം. അല്ലെങ്കിൽ ഈ 6,300 രൂപ 18,000 രൂപയുടെ എത്ര ശതമാനമാണെന്ന് കണ്ട് അതിനെ 5 കൊണ്ട് ഹരിച്ച് ഒരു വർഷത്തേക്കുള്ള പലിശ ശതമാനവും കാണാം. നമുക്ക് രണ്ടാമത് പറഞ്ഞ രീതിയിൽ ചെയ്ത് നോക്കാം. 6,300 രൂപ 18,000 രൂപയുടെ എത്ര ശതമാനമാണെന്ന് നോക്കുക. അത് കാണാൻ എങ്ങനെയാണെന്ന് അറിയാലോ. 6,300നെ 18,000 കൊണ്ട് ഹരിച്ച് 100 കൊണ്ട് ഗുണിച്ചാൽ 6,300 18,000-ൻ്റെ എത്ര ശതമാനമാണെന്ന് കിട്ടും. എത്ര ശതമാനമെന്ന് കാണാൻ വേണ്ടി ഇൻറ്റു ആ സംഖ്യയെ ആ പറഞ്ഞ ശതമാനം കൊണ്ട് ഹരിച്ച് 100 കൊണ്ട് ഹരിച്ചാൽ മതി. ആ സംഖ്യ കൊണ്ട് ഗുണിച്ച് 100 കൊണ്ട് ഹരിച്ചാൽ എത്ര ശതമാനം ആണെന്ന് കാണാം. ഇത് ഒരു സംഖ്യയുടെ എത്ര ശതമാനമാണെന്ന് കാണാൻ 6,300നെ 18,000 കൊണ്ട് ഹരിച്ച് 100 കൊണ്ട് ഗുണിക്കുന്നു. ഓക്കെ, നമുക്ക് 56-ാമത്തെ ചോദ്യം ചെയ്യാം. ഒരു യാത്രയിൽ കാർ ആദ്യത്തെ 3 മണിക്കൂർ സമയം 40 km/മണിക്കൂർ വേഗതയിലും ശേഷിക്കുന്ന 5 മണിക്കൂർ സമയം 48 km/മണിക്കൂർ വേഗതയിലും സഞ്ചരിച്ചാൽ കാറിൻ്റെ ശരാശരി വേഗം എത്ര? ഒന്നുകൂടെ വായിക്കാം. ഒരു യാത്രയിൽ കാർ ആദ്യത്തെ 3 മണിക്കൂർ സമയം 40 km/മണിക്കൂർ വേഗതയിലും ശേഷിക്കുന്ന 5 മണിക്കൂർ സമയം 48 km/മണിക്കൂർ വേഗതയിലും സഞ്ചരിച്ചാൽ കാറിൻ്റെ ശരാശരി വേഗം എത്ര? അപ്പോൾ ശരാശരി വേഗം നമുക്ക് കാണേണ്ട ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ ആകെ സഞ്ചരിച്ച ദൂരം ഹരിക്കണം ആകെ സഞ്ചരിക്കാനെടുത്ത സമയം. ആവറേജ് സ്പീഡ് സമം ആവറേജ് സ്പീഡ് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. നമുക്കിവിടെ കാറ് സഞ്ചരിച്ച സമയവും വേഗവും തന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് സഞ്ചരിച്ച ദൂരം കണക്കാക്കാൻ പറ്റും. 3 മണിക്കൂർ
സമയത്തേക്ക് 40 km/h എന്ന വേഗതയിൽ സഞ്ചരിച്ചാൽ ടോട്ടൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കും? 3 × 40 120 km സഞ്ചരിക്കും. രണ്ടാമത് പറയുന്ന അളവെന്ന് വെച്ചാൽ 5 മണിക്കൂർ 48 km/h എന്ന വേഗതയിൽ സഞ്ചരിച്ചാൽ 5 × 48 അത്രയും ദൂരം സഞ്ചരിക്കും. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 120 കിലോമീറ്ററും 240 കിലോമീറ്ററും കൂട്ടിയത്. ടോട്ടൽ സമയം എന്ന് പറയുന്നത് 3 മണിക്കൂറും 5 മണിക്കൂറും 8 മണിക്കൂർ. 360 / 8. ആവറേജ് സ്പീഡ് നമുക്ക് 45 km/h എന്ന് കിട്ടും. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ആവറേജ് സ്പീഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം എന്ന് നമുക്ക് ഓർമ്മയിലുണ്ടായാൽ മതി. ആ ടോട്ടൽ ഡിസ്റ്റൻസ് കാണേണ്ട വഴി ഇവിടെ തന്ന സമയവും അത്രയും സമയം സഞ്ചരിച്ച സ്പീഡും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു ഡിസ്റ്റൻസ് കിട്ടും. അതേപോലെ രണ്ടാമത് പറഞ്ഞ സമയം, ആ സമയത്തേക്ക് സഞ്ചരിച്ച സ്പീഡ് ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ആ ഒരു സമയത്തേക്ക് സഞ്ചരിച്ച ഡിസ്റ്റൻസും കിട്ടും. അങ്ങനെ ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടി, ടോട്ടൽ ടൈം കിട്ടി. ഇത് രണ്ടും ഡിവൈഡ് ചെയ്താൽ ആവറേജ് സ്പീഡും കിട്ടി. 45 km/h. ഓക്കെ, നമുക്ക് ഏഴാമത്തെ ചോദ്യം നോക്കാം. കുറച്ച് സിമ്പിൾ ചോദ്യമാണ്. റാണി ഒരിടത്തു നിന്നും തെക്കോട്ട് 20 മീറ്റർ സഞ്ചരിച്ചതിന് ശേഷം വടക്കോട്ട് 30 മീറ്റർ വീണ്ടും സഞ്ചരിക്കുന്നു. പിന്നീട് കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞ് 10 മീറ്റർ സഞ്ചരിക്കുന്നു. വീണ്ടും വടക്കോട്ട് തിരിഞ്ഞ് 10 മീറ്റർ സഞ്ചരിച്ചിട്ട് കിഴക്കോട്ട് 20 മീറ്റർ സഞ്ചരിക്കുന്നു. എന്നാൽ യാത്ര തിരിച്ചിടത്ത് നിന്ന് എത്ര അകലത്താണ് റാണി ഇപ്പോൾ നിൽക്കുന്നത്? ഇത്തരം ചോദ്യം വന്നാൽ നമുക്ക് വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് എന്ന ദിശ എപ്പോഴും മനസ്സിലുണ്ടാവണം. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, തെക്കോട്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും താഴോട്ട് വരക്കും, കിഴക്കോട്ട് എന്ന് പറഞ്ഞാൽ വലത്തോട്ട് വരക്കും, പടിഞ്ഞാറോട്ടെന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് വരക്കും, വടക്കോട്ടെന്ന് പറഞ്ഞാൽ മുകളിലോട്ട് വരക്കും. ഈ വടക്ക്, തെക്ക് അതുപോലെ നടന്നു പോകുന്ന ദിശ പിന്നെ ഇടത്തോട്ട് വലത്തോട്ട് പറയുമ്പോൾ കൺഫ്യൂഷൻ ആകേണ്ടതില്ല. നമ്മൾ മുന്നോട്ട് ആ വരയിൽ മുന്നോട്ട് നോക്കി നടക്കുകയാണെന്ന് സഞ്ചരിക്കുക, ഇടത്തോട്ടും വലത്തോട്ടും തിരിയുക. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നതെന്നുള്ളതൊന്ന് നോക്കാം. റാണി ഒരിടത്ത് നിന്നും 20 മീറ്റർ തെക്കോട്ട് 20 മീറ്റർ, തെക്കോട്ടെന്ന് പറയുമ്പോൾ ഞാൻ താഴോട്ട് വരും, 20 മീറ്റർ സഞ്ചരിച്ചു. അതിനുശേഷം വടക്കോട്ടെന്ന് പറയുമ്പോൾ തിരിച്ച് അതേ റൂട്ട് തന്നെയാണ് പോകേണ്ടത്. വടക്കോട്ട് 30 മീറ്റർ. റാണി 20 മീറ്റർ തെക്കോട്ട് വന്നു. എന്നിട്ട് ഈ എത്തിയ പോയിന്റിൽ നിന്നുമാണ് തിരിച്ച് 30 മീറ്റർ വടക്കോട്ട് സഞ്ചരിക്കുന്നത്. മീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ എത്തി, ഇവിടുന്ന് 30 മീറ്റർ മുകളിലോട്ട് പോയി. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 ഉണ്ടാവും. കാരണം 20 താഴോട്ട് വന്നു, 20 തിരിച്ചു പോയി, വീണ്ടും ഒരു 10 പോയി. അങ്ങനെയാണ് 30 പോകുന്നത്. അതിനുശേഷം കിഴക്ക് ദിശയിലേക്ക്, കിഴക്കെന്ന് പറയുമ്പോൾ വലത്തോട്ടാണ് എടുക്കേണ്ടത്. കിഴക്ക് ദിശയിലേക്ക് 10 മീറ്റർ സഞ്ചരിക്കുന്നു. വീണ്ടും വടക്കോട്ട് തിരിഞ്ഞ് 30 മീറ്റർ സഞ്ചരിക്കുന്നു. വടക്കെന്ന് പറയുമ്പോൾ മുകളിലോട്ട് വീണ്ടും 30 മീറ്റർ വടക്കോട്ട് പോകുന്നു. അതിനുശേഷം കിഴക്കോട്ട് 20 മീറ്റർ പോകുന്നു. എന്നാൽ യാത്ര തിരിച്ചെടുത്ത് നിന്ന് ഇപ്പോൾ എത്ര അകലത്തിലാണ് റാണി നിൽക്കുന്നത്? ഇവിടെ നിന്നാണ് റാണി യാത്ര തിരിച്ചത്. ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ്. ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ഷോർട്ട് ഡിസ്റ്റൻസ് ആണ് കണ്ടത്. അപ്പോൾ ഇതാണ് റാണി ആരംഭിച്ചെടുത്തുനിന്ന് അവസാനിച്ചെടുത്തേക്കുള്ള ഡിസ്റ്റൻസ്. ഇത് നമുക്ക് പൈതഗോറസ് തിയറം വെച്ച് ചെയ്യാം. കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഒരു ത്രികോണം നമുക്ക് നിർമ്മിക്കാം. ഈ ത്രികോണത്തിൻ്റെ അളവ് ഇത് 10, ഇത് 30, ടോട്ടൽ 40. 10 ഇതാ ഈ പറഞ്ഞ 30, 40 ഇവിടെ കിട്ടി.
ഇതെത്രയെന്ന് വെച്ചാൽ ഇത് 20ഉം ഇത് 10ഉം, ഇത് ടോട്ടൽ 30ഉം കിട്ടി. 40 30ഉം 4 3 വന്നാൽ നിങ്ങൾക്ക് മനസ്സിൽ തന്നെ കാണാം. ഈ കർണം എന്ന് പറയുന്നത് 5 എന്ന് പറയുന്നത് 50 ആയിരിക്കും. 40 30 വന്ന സ്ഥിതിക്ക് 50 ആയിരിക്കും. ചെയ്ത് നോക്കിയാലും 50 തന്നെ കിട്ടും. റാണി തുടങ്ങിയിടത്തുനിന്ന് ഇപ്പോൾ 50 മീറ്റർ അകലത്തിലാണുള്ളത്. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി 58ാമത്തെ നമ്മുടെ 8ാമത്തെ ചോദ്യം. ഒരു ക്ലോക്കിൽ 10:10 AM സമയം കാണിക്കുമ്പോൾ ആ ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ എത്ര എന്നതാണ്. നമുക്കറിയാം, ക്ലോക്കിൻ്റെ ആംഗിൾ കാണേണ്ട പ്രോബ്ലം ഒരുപാട് ചെയ്യുന്നതാണ് PSC. നമുക്ക് ഇത് ക്ലോക്ക് എടുക്കാം. 12 മണി എടുക്കാം. ഇത് 1 മണി 2 മണി, നമുക്ക് എത്ര ആവശ്യമുള്ളൂ? 11 10. സമയം എന്ന് പറയുന്നത് 10:10 പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം 5 മിനിറ്റിലേക്കുള്ള ആംഗിൾ 30 ഡിഗ്രിയാണ്. 12 നിന്നും 2 എന്ന് എഴുതിയ സൂചിയിലേക്ക് 30 ഡിഗ്രി 60 ഡിഗ്രി, ടോട്ടൽ 60 ഡിഗ്രിയാണ് വരുന്നത്. ഇത് 11 10 1 2. അപ്പോൾ 10:10 എന്ന് പറഞ്ഞാൽ മിനിറ്റ് സൂചി 1 മിനിറ്റ് സഞ്ചരിക്കുമ്പോൾ മണിക്കൂർ സൂചി അര ഡിഗ്രിയാണ് സഞ്ചരിക്കുക. മിനിറ്റ് സൂചി 1 മിനിറ്റ് സഞ്ചരിക്കുമ്പോൾ മണിക്കൂർ സൂചി അര ഡിഗ്രിയാണ് സഞ്ചരിക്കുക. അര ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ടോട്ടൽ ഡിഗ്രി കാണാൻ വേണ്ടി ഇക്വേഷൻസ് ഉണ്ട്. ഇക്വേഷൻസ് ഉപയോഗിക്കാതെ ഞാനിവിടെ ചെയ്യുന്നതാണ്. നമുക്ക് മണിക്കൂർ സൂചി മിനിറ്റ് സൂചിയും തമ്മിലുള്ള ആംഗിൾ കണ്ട ഇക്വേഷൻ നമുക്കെല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ പെട്ടെന്ന് ഒരു ഐഡിയ വരുന്നതിന് വേണ്ടി പറഞ്ഞേ ഉള്ളൂ. 1 മിനിറ്റ് എന്ന് പറയുന്ന 1 മിനിറ്റിലേക്ക് മണിക്കൂർ സൂചി അര ഡിഗ്രിയാണ് തിരിക്കുക. അര ഡിഗ്രി. അതായത് നമുക്ക് എപ്പോഴും ഇക്വേഷൻ ഇങ്ങനെ വെച്ച് ഉപയോഗിക്കണമെന്നില്ല. ചില എളുപ്പ കണക്ക് വന്നാൽ ഇത് ഉപയോഗിക്കാതെയും കിട്ടും. ഇക്വേഷൻ ഉപയോഗിച്ചാൽ ഇതിപ്പോൾ 30h - 11/2 എന്ന് പറയുമ്പോൾ നമുക്ക് 115 ഡിഗ്രി സിമ്പിളായിട്ട് കിട്ടുന്നതാണ്. ആ 115 ഡിഗ്രി ഇവിടുന്ന് എങ്ങനെ നമുക്ക് അളന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ഒരു 12നും 1നും ഇടക്ക് 30 ഡിഗ്രി വന്നു, 1നും 2നും ഇടക്ക് 30 ഡിഗ്രി വന്നു, 60 ഡിഗ്രിയായി. 11നും 12നും ഇടക്ക് വീണ്ടും ഒരു 30 ഡിഗ്രി വന്നു, അപ്പോൾ 90 ഡിഗ്രിയായി. പിന്നെ ഇവിടെ 10 മിനിറ്റ് ഇങ്ങോട്ട് പോകുമ്പോൾ 1 മിനിറ്റിന് അര ഡിഗ്രി വെച്ച് മണിക്കൂർ സൂചി ഇങ്ങോട്ട് നീങ്ങുമെങ്കിൽ 10 മിനിറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മിനിറ്റ് സൂചി പോകുമ്പോൾ 10 × അര 5 ഡിഗ്രി മണിക്കൂർ സൂചി ഇങ്ങോട്ടേക്ക് നീങ്ങിക്കാണും. 5 ഡിഗ്രി ഇങ്ങോട്ട് നീങ്ങുമ്പോൾ ഇവിടെ നിന്ന് ഇവിടത്തേക്ക് 30 ഡിഗ്രിയാണുള്ളത്. അതിൽ നിന്ന് 5 ഡിഗ്രി ഇങ്ങോട്ട് വന്നാൽ പിന്നെ 25 ഡിഗ്രിയാണ് ബാക്കി ഉണ്ടാവുക. 5 ഡിഗ്രിയിലാണ് ഇപ്പോൾ മണിക്കൂർ സൂചി നിൽക്കുക. 25 30 30 30 115 എന്ന് നമുക്ക് ഇവിടെ നിന്ന് അളന്നിട്ടും ഒരു മനക്കണക്ക് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലാതെ ഇക്വേഷൻ ഉപയോഗിച്ചും സിമ്പിളായിട്ട് ചെയ്യാം. 115 എന്ന് കിട്ടും. ഇക്വേഷൻ പ്രകാരം ചെയ്യുമ്പോൾ 30h - 11/2 ചെയ്യുമ്പോൾ നമുക്ക് 245 കിട്ടുക. അപ്പോൾ 150 ഡിഗ്രിക്ക് മുകളിലാണെങ്കിൽ അത് 360 നിന്നും മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുക. 360 - 245 ചെയ്യുമ്പോൾ 115. ആ ഒരു ആംഗിളാണ് നമ്മൾ എടുക്കേണ്ടത്. 245 എടുക്കുക. കാരണം ഈ രണ്ട് സൂചിക്കടയിൽ ഇവിടെയും ആംഗിളുണ്ട്, ഇവിടെയും ആംഗിളുണ്ട്. വലിയ ആംഗിൾ നമ്മൾ എടുക്കില്ല, ചെറിയ ആംഗിൾ മാത്രമേ നമ്മൾ എടുക്കൂ. അടുത്തത് ചെയ്യാം നമുക്ക്. അടുത്ത ചോദ്യം വായിക്കുന്നു, എഴുതുന്നില്ല. √10 × √2 ക്യൂബ് ഹോൾ സ്ക്വയർ × √5 ക്യൂബ് ഹോൾ സ്ക്വയർ.
ഇവിടെ നമുക്കറിയാം ഈ കണക്ക് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഏറ്റവും ഉള്ളിൽ നിന്നും സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിലുള്ള കണക്ക് വരുമ്പോൾ ഏറ്റവും അകത്ത് നിന്നും പുറത്തേക്ക് ചെയ്ത് വരണം. അപ്പോൾ ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യണം. അപ്പോൾ അതിന് ബോർഡ് മാസ് എന്നുള്ള ഒരു റൂളൊക്കെ ഉണ്ട്. അത് ഓരോ പ്രോബ്ലം വരുന്ന സമയത്ത് ചെയ്യാം. അതിനനുസരിച്ച് ഓരോ റൂള് പറയാം. ഇവിടെ ഇപ്പോൾ നമുക്ക് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കണ്ട ഏറ്റവും ആദ്യം നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നോക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് 10 into 2 cube all square root into 5 cube all square. ഇവിടെ ഇപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ ഏറ്റവും പുറത്തുള്ളത് 5 ക്യൂബ് റൂട്ട് ഓൾ സ്ക്വയർ എന്നാണ്. സ്ക്വയർ റൂട്ടും സ്ക്വയറും വന്നാൽ ഇത് രണ്ടും സാധാരണ ക്യാൻസൽ ചെയ്ത് പോകും. നമുക്ക് 5 ക്യൂബ് മാത്രമേ എഴുതണ്ടൂ. കാരണം ഇവിടെ സ്ക്വയർ റൂട്ട് വന്നു, അതിന് ഹോൾ സ്ക്വയറും കൂടെ വന്നാൽ ഇതിനകത്തൊരു ഹോൾ സ്ക്വയർ വന്നാൽ അത് കട്ടായിപ്പോയി. അപ്പോൾ 5 ക്യൂബ് മാത്രമേ ഉള്ളൂ. ഇവിടെ അതുപോലെ തന്നെ ഇവിടെ സ്ക്വയർ ഓഫ് 2 ക്യൂബ് ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ റൂട്ടിനകത്ത് സ്ക്വയർ വന്നാൽ അത് രണ്ടും ക്യാൻസലായി പോകും. അങ്ങനെ വരുമ്പോൾ സ്ക്വയർ റൂട്ട് 10 into 2 ക്യൂബ് into 5 ക്യൂബ് ഇത്ര വരും. ചെയ്യുമ്പോൾ 10 into 8 into 125. ഇത് ചെയ്യുമ്പോൾ 80 into 120 സ്ക്വയർ റൂട്ട് 80 into 125 10,000 വരും. സ്ക്വയർ റൂട്ട് 10,000 വരും. സമം 100 കിട്ടും. ഓക്കെ, മനസ്സിലായില്ലേ? ഇവിടുത്തെ ചോദ്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സിമ്പിളായിട്ട് നമുക്ക് 100 ഉത്തരം കിട്ടും. ഇത് ആ അകത്ത് നിന്ന് പുറത്തേക്ക് ചെയ്ത് വരുന്ന രീതിയിൽ നമ്മൾ ഒന്ന് പരിശീലിച്ചാൽ മതി. 1-2 ചോദ്യങ്ങൾ ഇങ്ങനത്തെ ചെയ്യുമ്പോൾ ഏകദേശം എല്ലാ ചോദ്യവും ചെയ്യാൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് ചോദ്യം ചെയ്യാം. ഇത് ഒരു ജോലിയും സമയവും എന്നുള്ള ഇതിൽ വരുന്ന ചോദ്യമാണ്. കുറച്ച് നല്ല ചോദ്യം തന്നെയാണ്. ഓക്കെ, പറയാം. 4 പുരുഷന്മാരും 8 സ്ത്രീകളും ചേർന്ന് 10 ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കുന്നു. അതേ ജോലി പൂർത്തിയാക്കാൻ 3 പുരുഷന്മാർക്കും 7 സ്ത്രീകൾക്കും കൂടി 12 ദിവസം വേണം. എങ്കിൽ 8 പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും എന്നുള്ളതാണ് ചോദ്യം. ഒന്നുകൂടെ വായിക്കാം. 4 പുരുഷന്മാരും 8 സ്ത്രീകളും ചേർന്ന് 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. 3 പുരുഷന്മാരും 7 സ്ത്രീകളും ചേർന്ന് 12 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. എങ്കിൽ 8 പുരുഷന്മാർ മാത്രം ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും? അപ്പോൾ നമുക്ക് തന്നത് വെച്ച് നമുക്ക് അറിയാവുന്ന രീതിയിലുള്ള ഇക്വേഷൻ എഴുതി നോക്കാം. 4 പുരുഷന്മാരും 4 men പ്ലസ് 8 women എത്ര ദിവസം കൊണ്ട് തീർക്കും? 10 ദിവസം കൊണ്ട് തീർക്കും. അതുപോലെ 3 പുരുഷന്മാരും 7 സ്ത്രീകളും ചേർന്ന് 12 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. അങ്ങനെയെങ്കിൽ 8 പുരുഷന്മാർ മാത്രം എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും? നമുക്ക് സാധാരണ ഇതൊക്കെ ചെയ്യുന്ന ഇക്വേഷൻ അറിയാം. M1 D1 സമം M2 D2. ഇവിടെ നമുക്ക് M1 മാത്രമല്ല, മെന്നും വിമണും ഒന്നിച്ചുള്ള ജോലിയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത് ആരെങ്കിലും ഒരാളുടെ ടേംസിൽ, ഒന്നെങ്കിൽ മെന്നിൻ്റെ മാത്രം അല്ലെങ്കിൽ വിമണിൻ്റെ മാത്രം ടേംസിൽ ജോലി ചെയ്യാൻ വേണ്ടത് കണ്ടുപിടിക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ സാധിക്കൂ. 4 പുരുഷന്മാരും 8 സ്ത്രീകളും ചേർന്ന് 10 ദിവസം കൊണ്ട് തീർക്കുമെങ്കിൽ ഒരു ദിവസം കൊണ്ട് തീർക്കാൻ ഈ ഇക്വേഷൻ പ്രകാരം എത്ര പുരുഷന്മാരും എത്ര സ്ത്രീകളും വേണം? 10 ദിവസം കൊണ്ട് തീർക്കാനാണ് ഇത്രയും. അപ്പോൾ ഒരു ദിവസം കൊണ്ട് തീർക്കണമെങ്കിൽ ഇതിൻ്റെ 10 ഇരട്ടി ആൾക്കാർ വേണം. അപ്പോൾ 40 മെന്നും 80 സ്ത്രീകളും ചേർന്ന് ഒരു ദിവസം കൊണ്ട് തീർക്കും. അതേപോലെ ഈ രണ്ടാമത് പറഞ്ഞ കേസ് എടുക്കുക. 3 മെന്നും 7 സ്ത്രീകളും ചേർന്ന് 12 ദിവസം കൊണ്ട് തീർക്കും. അപ്പോൾ ഈ ജോലി 1 ദിവസം കൊണ്ട് തീർക്കണമെങ്കിൽ ഇത്രയും ഇതിൻ്റെ 12 ഇരട്ടി ആൾക്കാർ ജോലി ചെയ്യണം. അപ്പോൾ 36 മെന്നും 84 വിമണും ജോലി ചെയ്താലാണ് ഈ തോതിൽ
ഒരു ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കാം. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ നോക്കുക. 40 മെന്നും 80 സ്ത്രീകളും ചേർന്ന് ഒരു ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കും. 36 മെന്നും 84 സ്ത്രീകളും ചേർന്ന് ഒരു ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കും. അതായത് 40 മെന്നിൻ്റെ 80 വിമണിൻ്റെയും ഒരു ദിവസത്തെ ജോലിയും 36 മെന്നിൻ്റെയും 84 വിമണിൻ്റെയും ഒരു ദിവസത്തെ ജോലിയും സമമാണെന്ന് നമുക്ക് കിട്ടി. ഇത്തരം കണക്ക് വന്നാൽ നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നതായിരിക്കും എളുപ്പം. കാരണം ഒരു ദിവസത്തേക്കുള്ള ആൾക്കാരെ കണ്ട് ആ രണ്ട് ജോലി ചെയ്യാനുള്ള ആൾക്കാരുടെയും പ്രവൃത്തി സമമാണെന്ന് എടുത്ത് കണക്ക് ചെയ്യുന്നതാണ് നമുക്കിത് എല്ലാ കാലത്തും ചെയ്യാൻ ഓർമ്മിച്ച് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി. അപ്പോൾ ഈ ഒരു പ്രകാരം നമുക്ക് നോക്കാം. ഇവിടെ 40 മെന്ന്, ഇവിടെ 36 മെൻ, ഇവിടെ 80 മെന്ന്, ഇവിടെ 84 വിമൺ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും? ഈ രണ്ട് ഇക്വേഷനും തുല്യ ജോലിയാണ് ചെയ്യുന്നത് മനസ്സിലായി. അതായത് ഇതിൽ നിന്ന് നമുക്ക് സബ്ട്രാക്റ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഇത് കുറക്കാം. 4 മെൻ, 40 മെന്നിൽ നിന്ന് 36 മെന്ന് കുറക്കുമ്പോൾ 4 മെൻ, 80 ഈ വിമണിനെ മെന്നിനെ നമ്മൾ രണ്ട് സമത്തിൻ്റെ അപ്പുറം ഇപ്പുറം ഈക്വലാക്കി ചെയ്യുകയാണ് ചെയ്യുന്നത്. സമം എന്ത് കിട്ടും? 4 വിമൺ എന്ന് കിട്ടും. നിങ്ങൾ 80 84 ഓർക്കുമ്പോൾ -4 വരുന്നത് നോക്കണ്ട. അത് സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ 4 വിമൺ പ്ലസ് തന്നെ കിട്ടും, +4 വിമൺ തന്നെ കിട്ടും. അതായത് ആണുങ്ങളും പെണ്ണുങ്ങളും ജോലി ചെയ്യുന്നത് ഒരേ ശക്തിയിലാണ്. ഒരു മെൻ എന്ന് പറയുന്നത് ഒരു വിമണിന് സമമാണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ സംഭവം നമ്മൾ ഒന്നാമത്തെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 4 മെൻ എന്ന് പറയുന്നതിന് പകരം 4 വിമൺ എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ 4 മെൻ എന്ന് പകരം 4 വിമൺ + 8 വിമൺ സമം 10 ദിവസം കൊണ്ട് തീർക്കുമെന്ന് കിട്ടി. നമുക്ക് അങ്ങനെ വേണ്ട, നമുക്ക് മെന്നിൻ്റെ ഇതിലാണ് വേണ്ടത്. അപ്പോൾ 8 വിമൺ എന്ന് പകരം 8 മെന്ന് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, 4 മെന്നിൻ്റെ ടേംസിൽ ജോലി കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് അങ്ങനെ തന്നെ എടുക്കാം. ഫസ്റ്റ് ഒന്നാമത്തേൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4 മെൻ + 8 വിമൺ. വിമൺ എന്ന് പറഞ്ഞാൽ ഒരു വിമൺ എന്ന് പറഞ്ഞാൽ ഒരു മെന്നിന് സമമാണ്. അപ്പോൾ 8 വിമൺ എന്ന് പറഞ്ഞാൽ 8 മെന്നിന് സമമാണ്. 10 ദിവസം കൊണ്ട് തീർക്കും. അപ്പോൾ 12 മെൻ 10 ദിവസം കൊണ്ട് തീർക്കും. അങ്ങനെയെങ്കിൽ 8 മെൻ എത്ര ദിവസം കൊണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ M1 കിട്ടി, D1 കിട്ടി, M2 കിട്ടി, D2 കാണണം. ഈ ഇക്വേഷൻ പ്രകാരമില്ല D2 കാണണം. സമം M1 D1 12 × 10 / M1 ആയി D1 ആയി. ഇനി ഇവിടെ അറിയുന്ന M2 8 മെന്നാണുള്ളത്. M2 8 ചെയ്താൽ നമുക്ക് 15 എന്ന് കിട്ടും ഉത്തരം. 8 പുരുഷന്മാർ മാത്രം 15 ദിവസം കൊണ്ട് ഈ ജോലി തീർക്കും. ഈ കണക്ക് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൺഫ്യൂഷൻസ് ഉണ്ടാവും. പക്ഷേ നമ്മൾ ഈ കണക്ക്, അതായത് മെൻ ആൻഡ് വിമൺ എന്ന് വരുന്ന ചോദ്യം, അതായത് ആണുങ്ങളും പെണ്ണുങ്ങളും അല്ലെങ്കിൽ കുട്ടികളും സ്ത്രീകളും ആണുങ്ങളും കുട്ടികളും അങ്ങനെയുള്ള ചോദ്യം രണ്ടുപേരും ഒന്നിച്ച് ജോലി ചെയ്യുന്നു എന്നുള്ള ടേംസ് പറയുമ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ഇക്വേഷൻസ് എഴുതി ഇക്വേഷൻസ് ഇക്വേറ്റ് ചെയ്ത് അത് ഒരാളുടെ ടേംസിലേക്കാക്കി കണക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇവിടെ നമുക്ക് ആദ്യം തന്നിട്ടുണ്ടായിരുന്നത് 4 മെന്നും 8 വിമണും ചേർന്ന് 10 ദിവസം കൊണ്ട് തീർത്തു. 3 മെന്നും 7 വിമണും ചേർന്ന് 12 ദിവസം കൊണ്ട് തീർത്തു. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഒരു ദിവസം കൊണ്ട് രണ്ട് ടേംസിലും ഒരു ദിവസം കൊണ്ട് തീർക്കാൻ വേണ്ട മെന്നിൻ്റെയും വിമണിൻ്റെയും എണ്ണം കണ്ടു. അത് 40 മെന്നും 80 വിമണും സമം എന്ത് കണ്ടുപിടിച്ചു? നമ്മൾ 36 മെന്നും 84 വിമണും എന്ന് കണ്ടുപിടിച്ചു. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ഇക്വേറ്റ് ചെയ്തു. എങ്ങനെ ഇക്വേറ്റ് ചെയ്തു? ഒന്നുകൂടെ വ്യക്തമായിട്ടത് ഞാനിവിടെ എഴുതാം. അത് സമത്തിനപ്പുറം ഇപ്പുറം പോയത് എങ്ങനെയെന്ന് ഡൗട്ട് ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടായത് 40 മെന്ന് + 80 വിമൺ സമം 36 മെൻ + 84 വിമൺ എന്നുണ്ടായി. നമ്മൾ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ 36 ഇപ്പുറത്തേക്ക് വരുമ്പോൾ -36, 40 - 36 എന്നുണ്ട്. എം ഞാൻ എഴുതിയിട്ടില്ല.
സമം 80 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ -80 ആവും. 84 ഇപ്പുറം പ്ലസ് തന്നെയുണ്ട്, -80. ഇതിൻ്റെ കൂടെ W ഉണ്ട്, ഞാൻ എഴുതുന്നില്ല. അപ്പോൾ ഇവിടെ 4 വരും. ഇപ്പോൾ ആ മെന്ന് ഞാൻ ഇവിടെ എഴുതി. ഇവിടെ 4 വന്നു. 4 വിമൺ. ചിലവർക്ക് ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷൻ വരും. കാരണം നമ്മൾ ഇത്തരം ഒരു ഇക്വേഷൻ കാണുമ്പോൾ ആദ്യം വിചാരിക്കും മെന്ന് അല്ലെങ്കിൽ വിമൺ ആരോ ഒരാൾ കൂടുതൽ ജോലി ചെയ്യുന്നവരാണെന്നുള്ള നമ്മൾ പ്രീ ഡിറ്റർമെൻ്റ് ആയിട്ട് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ച് പോകും. പക്ഷേ ഈ പ്രോബ്ലത്തിൽ മെന്നും വിമണും തുല്യമായിട്ടാണ് ജോലി ചെയ്യുന്നത്. എണ്ണം മാത്രമേ വ്യത്യാസം നൽകുന്നുള്ളൂ. കാരണം നമ്മൾ ഒരു മെൻ സമം ഒരു വിമൺ എന്ന് കിട്ടുമ്പോൾ കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമില്ല. ഈ ചോദ്യം പ്രകാരം ഒരു മെൻ സമം ഒരു വിമൺ തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ഇക്വേഷനും ഇതൊക്കെ എങ്ങനെ വന്നു എന്നുള്ളത് കൺഫ്യൂഷൻ മാറിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ CPOൻ്റെ 10 മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾ മറ്റു കൂട്ടുകാരോട് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനൽ രാത്രി 10 മണി തൊട്ട് 11 മണി വരെ നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ലൈവ് സെക്ഷൻ പോകുന്നുണ്ട്. തികച്ചും ഫ്രീ ആണ് നിങ്ങൾക്ക് ഈ ലൈവ് എന്ന് പറയുന്നത്. അപ്പം ലൈവിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ നമ്മുടെ ഇതിൻ്റെ താഴെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, സീ യു.